നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തനി നാടൻ റെസിപ്പിയാണ് ചക്ക കൂഞ്ഞു തോരൻ. ഇപ്പം ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ട് ചക്ക കുറച്ചൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞിട്ടില്ല, ചക്ക വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കയുടെ കൂഞ്ഞ്, എല്ലാവർക്കും അറിയാമല്ലോ ചക്കയുടെ കൂഞ്ഞ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ള കട്ടിയുള്ള പോർഷൻ നമ്മൾ ചെത്തിക്കളയില്ലേ, ആ ഭാഗമാണ് മുറിച്ച് കഴിഞ്ഞിട്ട് സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, സ്ക്വയറായിട്ട്. ഇനി നമുക്ക് അതിനാവശ്യമുള്ളത് തേങ്ങ, പിന്നെ കറി ലീവ്സ് വേണം, കറിവേപ്പില, പിന്നെ റെഡ് ചില്ലി, പിന്നെ ചെറിയ ഉള്ളി, സവാളയല്ല ചെറിയ ഉള്ളിയാണ് വേണ്ടത്, പിന്നെ ഒരു 3 വറ്റൽമുളക്. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം: തേങ്ങ, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി. വറ്റൽമുളക് ഒരു 3 എണ്ണം, പിന്നെ ഉള്ളി അതൊക്കെ നമുക്ക് ആവശ്യത്തിന് കടുക് വറുത്തിടാനാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് എടുക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെയ്യാൻ പോകുന്ന തേങ്ങ നമ്മൾ വറുത്തരയ്ക്കുകയാണ്. അതിന് വേണ്ടി തേങ്ങ വറുക്കാൻ പോവാണ്. അപ്പം നമുക്ക് ആദ്യം തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടി പാൻ ചൂടായ ശേഷം അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വെള്ളം ചേർക്കാതെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. തീരെ പൗഡറായിട്ട് എടുക്കേണ്ട, ഒരു തരിതരിപ്പോട് കൂടി തന്നെ പൊടിച്ചെടുക്കുക. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിലാണ് നമുക്ക് ഒരു ഫൈൻ ഇതായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ ചക്ക കൂഞ്ഞിലോട്ട് ചേർത്ത് ഒരുമിച്ചാണ് വേവിച്ചെടുക്കുന്നത്, വെള്ളം ഒഴിച്ച്. അപ്പോൾ എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് നന്നായി വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം കഴിഞ്ഞ് മീതെ നിൽക്കാൻ പാകത്തിന് ഒഴിക്കണം. പിന്നെ നല്ല വേവുണ്ട് ചക്ക കൂഞ്ഞിന്, അപ്പോൾ അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം.
ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചക്കക്കുഞ്ഞിന് നല്ല വേവുണ്ട്. അപ്പോൾ നമ്മളൊരു 5 അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ച ശേഷം അതിലേക്ക് നമ്മൾ തേങ്ങ നമ്മൾ ചതുരത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുത്തിയെടുത്തിട്ട് അരിയില്ല അതുപോലെ. അപ്പോൾ എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇടുമ്പോഴാണ് ഈ നമ്മുടെ ചക്കക്കുഞ്ഞ് തോരനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ മൊത്തം ഒരു 15-20 മിനിറ്റ് വേവുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച ശേഷം നന്നായി വെള്ളം വറ്റിയ ശേഷം നമ്മൾ പിന്നെ അടച്ചു വെച്ച് വേവിക്കേണ്ട. തുറന്ന് വെച്ച ശേഷം നന്നായിട്ട് അതൊന്ന് ചെറിയ ഫ്ലെയിമിൽ ഡ്രൈ ആക്കി എടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്നൊരു നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ തുറന്ന് വെച്ച് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുഞ്ഞ് തോരൻ റെഡിയാവും. ഇപ്പോൾ നമ്മുടെ ചക്കക്കൂഞ്ഞ് തോരൻ നല്ല ഡ്രൈ ആയി നന്നായി കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടുന്നതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കടുകിട്ട് പൊട്ടി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിടുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളക് മുറിച്ചിട്ട് കറിവേപ്പില ഇട്ട ശേഷം നമുക്ക് ഒന്നത് മൂപ്പിച്ചെടുത്ത ശേഷം ഈ കൂഞ്ഞ് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് വറുത്ത് ചേർത്ത ശേഷം നമ്മൾ കുറച്ച് നേരം ഇതുപോലെ അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ചൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം നമുക്ക് അതൊക്കെ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി നല്ലൊരു ടേസ്റ്റ് കൂടാനും അതിൻ്റെ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇരിക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചക്കക്കൂഞ്ഞ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുന്തോറും ഇതിൻ്റെ കളറ് ഡാർക്കായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ, അതേപോലെ തന്നെ ഇത് കുറച്ച് നേരം ഇങ്ങനെ വരട്ടിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ അതാ ഇപ്പോൾ നമ്മുടെ കൂഞ്ഞ് തോരൻ റെഡിയാണ്. നമ്മുടെ കൂഞ്ഞ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ കിട്ടുന്ന സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും ഒരു റെസിപ്പിയായി കാണും വരെ ബൈ ബൈ.